ക്ഷാമ കലയുടെ കൊലപാതകം 15 കൊല്ലം മുമ്പ് കലയെ കാണാതായി. ഇതിൽ നമ്മൾ മീഡിയ മലയാളത്തിൽ ചെയ്യുന്ന 3ാമത്തെ വീഡിയോ ആണിത്. ആദ്യം ഒരു വീഡിയോ ചെയ്തു, സെപ്റ്റിക് ടാങ്ക് തുറന്ന് കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിനകത്തുണ്ട് എന്ന് പറഞ്ഞ് സെപ്റ്റിക് ടാങ്ക് അവർ തുറക്കുന്നു. അപ്പോൾ ഷാമു പറഞ്ഞു സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം കാണില്ല എന്ന്. കറക്റ്റായിരുന്നു. രണ്ടാമത് നമ്മൾ ചെയ്ത വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്തത് ഈ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോയി കാണുമോ, കാരണം 15 കൊല്ലമായി സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം ഇട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ അസ്ഥി പൊടിഞ്ഞു പോകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അത് പൊടിഞ്ഞു പോയി കാണുമെന്നുള്ള ചർച്ചയായിരുന്നു രണ്ടാമത്. പിന്നെ നമ്മുടെ അസംഷൻസും കാര്യങ്ങളൊക്കെ ആ വീഡിയോയുടെ താഴെയും വളരെ നല്ല കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഞാനിത് വായിക്കാറില്ല. വളരെ നല്ല കമന്റ്സ് ആണ്. കാരണം നമ്മുടെ അസംഷൻസ് ലോജിക്കലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. നമ്മൾ വായുവിൽ നിന്ന് അടിക്കുന്ന ഒരു സംഭവമല്ലല്ലോ, നമ്മുടെ അസംഷൻസ് വളരെ ലോജിക്കലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കല എന്തായാലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കലയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മാത്രമേ പോലീസ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിൽ ഷാമു പറഞ്ഞു അതിനകത്ത് നിന്ന് ഒരു മൃതദേഹാവശിഷ്ടം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു പല്ലെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ DNA ടെസ്റ്റിന് വിട്ട് കഴിഞ്ഞാൽ അത് വരാനായിട്ട് കാലതാമസം എടുക്കും, അല്ലെങ്കിൽ അത് വന്നില്ല എന്ന് ഇരിക്കും എന്ന് ഷാമു പറഞ്ഞു. അതുകൊണ്ട് ആ ലെവലിലോട്ട് ചിന്തിക്കേണ്ട എന്ന് ഷാമു പറഞ്ഞത് ഇപ്പോൾ ഒരു കുറച്ചുകൂടെ ശക്തമായിട്ട് അത് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ DNA ടെസ്റ്റ് ഒന്നും എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ പോലീസ് ഈ അനിൽ എന്ന് പറയുന്ന വ്യക്തി, അനിൽ എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെ, ഈ അഭിമാന പ്രശ്നമായി മാറിയിരിക്കണം പോലീസിന്റെ, എങ്ങനെ ഇത് തെളിയിക്കാം? കാരണം 15 കൊല്ലം മുമ്പ് കലയെ കാണാതായെന്ന് പറഞ്ഞ് ഇയാൾ ഇസ്രയേലിലേക്ക് പോയി, കലയുടെ കൂടെയുള്ള ഇയാളുടെ മകൻ ഇയാളുടെ കൂടെയുണ്ട്, രണ്ടാമത് ഇയാൾ വിവാഹം കഴിച്ചു, എന്നിട്ട് ഇയാൾ ആ സെപ്റ്റിക് ടാങ്കിൽ കലയെ കുഴിച്ചു മൂടിയെന്ന് ആരോ പറയുന്നു. സെപ്റ്റിക് ടാങ്ക് തുറക്കുമ്പോഴും ഇയാൾക്ക് ഒരു കുലുക്കമില്ല, കാരണം ഇയാൾ പറയുകയാണ് അതിനകത്ത് ഇല്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ പോലീസ് ഇയാളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഇപ്പോൾ അനിലിൻ്റെ അയൽവാസിയായ സോമൻ്റെ മൊഴി എടുത്തിരിക്കുകയാണ്. ആ മൊഴി വെച്ചാണ് ഇനി പോലീസ് മുന്നോട്ട് പോകാൻ പോവുകയാണെന്ന് പറയുന്നത്. ആ മൊഴിയിൽ പുള്ളി പറയുന്നത് വെള്ള നിറത്തിലുള്ള കാറ്, അതിന് പിന്നിലെ സീറ്റിൽ ചാരിക്കിടത്തിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം, കാറിൽ ഉണ്ടായിരുന്നവർ ക്രിമിനൽ സ്വഭാവമുള്ളവരായതിനാൽ പേടിച്ച് ആരോടും പറഞ്ഞില്ല. ഇടമത്തൂർ സ്വദേശി കലയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ നിർണായകമാവുകയാണ് മുഖ്യപ്രതി അനിലിന്റെ അയൽവാസി സോമന്റെ മൊഴി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൊഴിയാണ് ഇനി പോലീസിന്റെ മുമ്പിലുള്ള ആകെ ഒരു തുറുപ്പുചീട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തുമ്പെന്ന് പറയുന്നത്. പോലീസ് അങ്ങനെയാണ് പറയുന്നത്. എന്തായിരിക്കും ഇതിൽ ഇനി മുന്നോട്ടുള്ള പോലീസിന്റെ പോക്ക്? ഇതിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതിനു മുമ്പ് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഞാൻ ഈ കഥ പറയുമ്പോഴത്തേക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ക്രൈമിലേക്ക് വരുന്നത്, അതായത് ഈ ക്രൈം റിപ്പോർട്ടിങ്ങിലേക്ക് വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലിയിലെ 5 പേര്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. 5 പേര് മരണപ്പെട്ടു. 5 പേര് മരണപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവര് വീടിന്റെ മുകളിലും താഴെയുമാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ വീടിന് താഴെ ഹൗസ് ഓണറും മുകളിൽ വാടകക്കാരുമാണ്. ഈ താഴത്തെ പയ്യന് മുകളിലത്തെ വാടക ഫാമിലിയിലെ പെൺകുട്ടിയുമായി പ്രണയം. ഇവരെ രണ്ടുപേരെയും കൂടി ഈ പറയുന്ന ഈ പെൺകുട്ടിയെയും ഈ ഉടമയുടെ മകനെയും കൂടെ ഈ മുകളിലത്തെ നിലയിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെ മാതാവും പിതാവും കണ്ടു. അവർ പുറത്തു പോയിട്ട് വന്നതാണ്. പോയിട്ട് വന്ന സമയത്ത് ഇവർ രണ്ടുപേരും ആ വീടിനുള്ളിലുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു പ്രശ്നമായി. ഈ പയ്യനെ ഈ വാടകക്കാരനായിട്ടുള്ള പെൺകുട്ടിയുടെ അച്ഛൻ ഉപദ്രവിച്ചു. ആ വിഷമത്തിൽ ഈ പയ്യൻ പോയി ട്രെയിന് മുന്നിൽ ചാടി മരിച്ചു. പിന്നാലെ ഈ പെൺകുട്ടി പോയി ട്രെയിന് മുന്നിൽ ചാടി മരിച്ചു. രണ്ടുപേരും മരിച്ചു. അതിന് പിന്നാലെ ഈ ഫാമിലി മൊത്തത്തിൽ പോയി. എങ്ങനെ പോയി? അവരും ട്രെയിനിന്റെ പിന്നാലെ മുന്നിൽ ചാടി. എല്ലാവരും കൂട്ടത്തോടെ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. പല ട്രെയിനുകളിലും. അങ്ങനെയാണ് ആ കഥ ഇതാവുന്നത്. അന്ന് ഈ ബോഡി കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. ഒരു ശരീരം ചിന്നിച്ചിതറിപ്പോയി കാണും. ചിന്നിച്ചിതറിപ്പോയി. ഒരു പെൺകുട്ടിയുടെ കാല്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ചുവന്ന പാൻ്റാണ്. ആ പാൻറിൽ തൊടയുടെ ഭാഗമാണ്. അത് ഇങ്ങനെ അവിടെ കിടക്കുകയാണ്. എൻ്റെ ആദ്യകാലങ്ങളിൽ അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. പിന്നീട് ഇങ്ങോട്ടെല്ലാം ഈ പറയുന്ന പോലെ മൃതശരീരവും മൃതദേഹങ്ങളും കൊലപാതകവും ഒക്കെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ധനുഷിനോട് പറഞ്ഞത് ആ മൃതശരീരം അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒരു സാമുദായിക വിഷയമായിട്ട് മാറുന്നു. അതായത് 2 സമുദായങ്ങൾ തമ്മിലല്ല, ഒരു സമുദായത്തിന് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഈ കേസിന്റെ ഭാഗമാകുന്നു. ഇത് പോലീസിന് ദോഷം ചെയ്യും. ഇപ്പൊ സോമൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ദിവസം അവിടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സുരേഷിനെ ഒഴിവാക്കിയതാണ് ഞാൻ ഇത് പറയാൻ കാരണമെന്നാണ്. അതായത് സോമന് സുരേഷുമായി പ്രശ്നമുണ്ട്. അത് ശരി. അപ്പൊ ഇത് എന്താണ് പ്രശ്നം? സുരേഷിനെ ഒഴിവാക്കിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ തയ്യാറ്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് സോമൻ എന്ന് പറയുന്ന 70 വയസ്സുകാരൻ ഈ സംഭവം ദൃക്സാക്ഷിയായിട്ട് പുറത്തു വരുന്നത്. അത് പുറത്തു വരാനുള്ള കാരണം സുരേഷിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി. സുരേഷ് സോമനും കൂട്ടുകാരാണ്? അല്ലല്ല, സുരേഷ് സോമനും 2 പ്രായക്കാരാണ്. അപ്പൊ സുരേഷിനെ ഒഴിവാക്കുമ്പോൾ ഇയാൾ ഇത് പറയാനുള്ള അത് ഞാൻ അന്വേഷിച്ചു. അപ്പൊ അപ്പോഴാണ് ഇതിന്റെ കൂടുതൽ ചരിത്രം കിട്ടിയത്. അതായത് അവിടെ
ഈ എരമത്തൂര് അവിടെ ഒരു സാമുദായിക സംഘടനയുടെ യൂണിയൻ ഉണ്ട്. ഈ യൂണിയൻ ചെങ്ങന്നൂർ RDO ഇടപെട്ടുകൊണ്ട് പിരിച്ചുവിട്ടു. അതിൽ ഉൾപ്പെട്ട ഒരാളാണ് അവിടുത്തെ മുൻ പ്രസിഡന്റ് ദയാകുമാറാണ് ഇപ്പൊ ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു വേറൊരു കക്ഷി. അതായത് ഇതിൽ കൃത്യമായി പ്രതികളെ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ദേവകുമാർ. അപ്പൊ ദേവകുമാർ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ദേവകുമാർ അടക്കമുള്ളവരെ അവിടെ പിരിച്ചുവിട്ടു. എന്നിട്ട് RDO ആണ് പിരിച്ചുവിട്ടത്. എന്നിട്ട് മാന്നാറിലുള്ള ഈ സമുദായത്തിന്റെ മാന്നാറുള്ള യൂണിയന് എരമത്തൂർ യൂണിയന്റെ ചുമതല കൊടുത്തു. അവിടെ ഒരു അഡ്ഹോക് കമ്മിറ്റി നിയോഗിച്ചു. അതിൽ ഉൾപ്പെട്ട ആൾ ആരൊക്കെയാണെന്നറിയാമോ? ഒന്ന് ഈ അനിലും സുരേഷുമാണ്. ഒരേ അതായത് ഒരു സമുദായത്തിന്റെ ഒരു സംഘടന പിരിച്ചുവിട്ടു, ഒരു സംവിധാനം പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിട്ടതിന്റെ ചുമതല കിട്ടിയത് ഈ അനിലും സുരേഷിനുമാണ്. അതായത് ഇവിടെ ഒരു സാമുദായിക പ്രശ്നം അതിന്റെ ഉള്ളിൽ, അതായത് ഒരു സമുദായത്തിന്റെ ഉള്ളിലുള്ള ആഭ്യന്തര കലഹം ഈ കൊലപാതകത്തിലേക്ക് വന്നു കയറുന്നു. പ്ലാൻഡ് ആയിട്ട് കൊണ്ടുവരുന്നതാണെന്ന് തോന്നുന്നു. പ്ലാൻഡ് ആയിട്ടല്ല. ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷിനോടും അനിലിനോടും ഒരേപോലെ ശത്രുതയുള്ളവരുണ്ട്. അപ്പോൾ അനിൽ പെടുന്നു, സുരേഷ് പെടുന്നില്ല. അപ്പോൾ എന്ത് ബാലൻസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയാണ് ഇപ്പോൾ ഈ സോമന്റെ മൊഴി അവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് ഇത് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഇത് ഞാൻ കുറെ തപ്പി. കാര്യം 70 വയസ്സുകാരൻ പെട്ടെന്ന് ഒരു ദിവസം വന്ന് കയറുക എന്ന് പറഞ്ഞാലേ, പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ വാർത്താ സമ്മേളനം ഞാൻ SP യോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനിത് തപ്പിപ്പോയി. ഇതിന്റെ കഥ എന്താണെന്ന് തപ്പിപ്പോയത്. ഇത് പോലീസിനൊരു സാക്ഷി മതിയായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ അല്ലല്ലോ. നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിനൊരു കൃത്യത വേണമല്ലോ. അങ്ങനെയാണ് തപ്പിപ്പോയത്. ഇങ്ങനെയുള്ള വിഷയം ഒരു സമുദായത്തിനുള്ളിലാവുമ്പോൾ സാക്ഷികൾ ഒരു സമുദായത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളാൽ സാക്ഷിയായി വരുമ്പോൾ ഈ സമുദായത്തിനുള്ളിലുള്ളവർക്ക് തന്നെ, അതായത് മുകളിലോട്ടല്ല, ആ സമുദായത്തിൽ ഉൾപ്പെട്ടവർക്ക് തന്നെ പരസ്പരം ചർച്ച ചെയ്ത് സാക്ഷിമൊഴി മാറ്റി പറയാൻ പറ്റും. അതായത് കോടതിയിൽ എത്തുമ്പോൾ സോമൻ എന്ന് പറയുന്ന 70 വയസ്സുകാരൻ സാക്ഷിമൊഴി മാറ്റി പറയും. അതായത് അവരുടെ ആവശ്യം എന്താണ്? അവിടുത്തെ യൂണിയന്റെ ഭരണം ഇവർക്ക് വേണം. അത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീരും. പിന്നെ കലയുമൊന്നും അവർക്ക് ഒരു വിഷയമല്ല. കലയൊക്കെ അവർക്ക് പിന്നെ സെക്കൻഡറി ആണ്. പോലീസ് ഇതിനെ കയറി പിടിക്കുകയാണ്. അതായത് സോമന്റെ മൊഴി എടുക്കുന്നു. പോലീസ് ഇപ്പോഴും കുറ്റസമ്മത മൊഴി. ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 6 ദിവസത്തെ കസ്റ്റഡിക്ക് വിട്ട 4 പ്രതികൾക്കിടയിൽ നിന്ന് ഇതുവരെ അവർക്ക് കിട്ടിയത്, 3 പേരിൽ നിന്ന് ഇതുവരെ അവർക്ക് കിട്ടിയത് കുറ്റസമ്മത മൊഴി മാത്രമാണ്. തെളിവില്ല. ഒരു തെളിവ് പോലും അവർക്ക് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ സോമൻ പറയുന്ന ഒരു കാര്യം, ഐക്കര ജംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. ആ ഐക്കര ജംഗ്ഷൻ, ഇരമത്തൂർ ഐക്കര ജംഗ്ഷനിൽ രാത്രി 12 മണിക്ക് വെള്ളക്കാറിൽ പിന്നെ ഈ സുരേഷ് അടക്കമുള്ളവർ അവിടെ വന്നു. അപ്പോഴും സോമന്റെ മൊഴി ശ്രദ്ധിക്കണം. സുരേഷ് സോമന്റെ അടുത്ത് വന്നു. എന്നിട്ട് സോമനോട് സഹായം ചോദിച്ചു. സോമൻ 150 മീറ്ററോളം ദൂരെ കിടക്കുന്ന ഈ വെള്ളക്കാരന് അരികിൽ എത്തിയപ്പോൾ പ്രമോദ് വണ്ടി ഓടിക്കുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ അനിൽ ഇരിക്കുന്നു, ബാക്കില് ജിനു ഗോപി ഇരിക്കുന്നു. 3-ാമത്തെ ആളെ ഞാൻ കണ്ടിട്ടില്ല. 3-ാമത്തെ ആളാരാ? സോമരാജൻ. 3-ാമത്തെ ആൾ അജ്ഞാതനാണ്. സോമൻ അജ്ഞാതനാണ്. ഇത് പോയ പോക്ക് കണ്ടോ? അതായത് ഈ മൊഴിയൊന്നും കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യില്ല. കോടതിയിൽ ഇത് പൊളിയും. ഇത് അടപടലം സയന്റിഫിക് എവിഡൻസ് ഇല്ലാതെ ഈ സാധനവും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ, ഈ ചെന്ന ഉദ്യോഗസ്ഥനെ കോടതി പറപ്പിക്കും. അല്ല, ഈ സയന്റിഫിക് എവിഡൻസ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇത് ഒന്നും കിട്ടിയിട്ടില്ല. എന്ത് പറഞ്ഞു കുറ്റസമ്മതം. ഇപ്പൊ എന്നെ എടുത്തിട്ട് ഇപ്പൊ എന്റെ അടുത്തുനിന്ന് എനിക്ക് നല്ല അടിയും തന്നിട്ട് പിന്നെ ഇത് പറയിച്ചു, കുറ്റസമ്മത മൊഴിയിൽ ഒപ്പിടിച്ചു. ഞാൻ ചെന്ന് പറയാം എനിക്ക് നല്ല ഇടി കിട്ടിയപ്പോൾ ഞാൻ, എൻ്റെ പൊന്നു സാറേ, എന്നെ ഇടിച്ചതിനനുസരിച്ച് ഞാൻ ഇനി വേണമെങ്കിൽ ഇപ്പൊ പിന്നെ ഈ പറയുന്ന ഇവിടെ ഇസ്രായേൽ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ അത് വരെ ഞാൻ സമ്മതിക്കും. പോലീസിന്റെ ഇടിയന്മാരിയാണല്ലോ. കോടതിയിൽ ഇരിക്കുന്ന മജിസ്ട്രേറ്റ് എന്താ മണ്ടനോ? മജിസ്ട്രേറ്റിന് ഇത് മനസ്സിലാവും. ഇത് കുറ്റസമ്മത മൊഴി കോടതിയിൽ നിൽക്കത്തില്ല. ഇത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ സയന്റിഫിക് എവിഡൻസ് വേണം. ഇപ്പോൾ ഈ കോടതി ഇത് ശിക്ഷിച്ചാലും മേൽക്കോടതി നിന്നാലും ഇത് കേസിനെ പൊളിക്കാൻ പറ്റും. ഈ FIRന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു വകുപ്പ് പൊളിച്ചാൽ എല്ലാം പൊളിക്കാൻ പറ്റും. ഇട്ടിരിക്കുന്ന ഒരു സെക്ഷൻ പൊളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സെക്ഷനും ചെയിൻ പോലെ നമുക്ക് പൊളിച്ചു കളയാം. കോടതി ചീട്ടുകൊട്ടാരം പോലെ വീഴും. ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ അഭയ കേസിന്റെ വിസ്താരം നടന്നപ്പോൾ CBI കോടതിയിൽ പൂർണ്ണ സമയം ഇരുന്ന ആളാണ് ഞാൻ. മീഡിയസിന് അവിടെ കയറാൻ പറ്റൂല. മീഡിയസിനെ ഈ കോടതിയിൽ വക്കീലന്മാർ കയറ്റത്തില്ല. വക്കീലിന്റെ വേഷത്തിൽ കോട്ടിട്ടു. അല്ലല്ല, ഞാനല്ല. കേസ് അറിയാന്നുള്ള രീതിയിൽ അവിടെ തരുമ്പോൾ ഒരു വക്കീലിനെ പരിചയപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ കേസ് പഠിക്കാൻ നടക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കയറി പറ്റി. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അവിടെ പോയിരുന്നു ഈ അഭയ കേസിന്റെ വിസ്താരം കാണാറുണ്ട്. അവിടെ ഓരോന്നും അവിടെ നിന്ന് ദിലീപിന്റെ വക്കീലൊക്കെ വന്നിട്ട് അവിടെ കേസ് വാദിച്ചത്. അദ്ദേഹം വന്നിട്ടൊക്കെയാണ് ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട്
കേസ് അവിടെ നിന്ന് വലിയ വാദം നടത്തിയത്. പക്ഷെ ജസ്റ്റിസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആ ജസ്റ്റിസ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു, അത് നമുക്ക് വേറൊരു ദിവസം സംസാരിക്കുന്ന വിഷയമാണെങ്കിൽ അതിൽ ഒരു വാക്ക് പറഞ്ഞു, ഒരു മാലാഖയോട്, കോടതിയിൽ വന്ന് കള്ളം പറഞ്ഞൊരു മാലാഖയോട് നിങ്ങൾ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ബോധ്യം നിങ്ങൾക്കുണ്ടാകണമെന്ന് കോടതി വാണിംഗ് കൊടുത്തു. അഭയ കേസിൽ കള്ളം പറഞ്ഞപ്പോൾ കാര്യം മജിസ്ട്രേറ്റിന് മനസ്സിലായി കള്ളത്തരമാണെന്ന്. പക്ഷേ ഇവിടുത്തെ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭയ കേസിൽ എന്ത് ചെയ്യുന്നു, സാക്ഷി സ്ട്രോങ് ആയിരുന്നു. സാക്ഷി സ്ട്രോങ് ആണ്, അവിടെ സയന്റിഫിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ കൊണ്ടുവന്നിരുന്നു. അവിടുത്തെ ആയുധം, ഇവിടെ ആയുധമില്ല, ആയുധം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ബോഡി കണ്ടെത്തിയിട്ടില്ല. ബോഡി കണ്ടെത്താതെ എങ്ങനെ പറയാൻ പറ്റും കല മരിച്ചു എന്ന്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട അവരുടെ വാദം തന്നെ പറയും, ഞാൻ മരിച്ചിട്ടില്ല. ചോദിക്കില്ലേ ബോഡി എവിടെ, ബോഡിയുടെ തെളിവ് എവിടെ? ഇവരിപ്പോൾ പറയുന്നു ഇവർ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ തെളിയിക്കാൻ പോകുന്നു പറഞ്ഞ്. ഇത് പല അതായത് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ പോലും ആ കിട്ടുന്ന സാധനത്തെ DNA പ്രകാരം പരിശോധിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവരുടെ കയ്യിൽ ഈ സാധനം കിട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും കിട്ടിയെന്ന് ഒന്നും അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇതിൽ പക്വതയില്ലാത്ത ഒരു IPS ഓഫീസറുടെ വ്യഗ്രത ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്വതയില്ലാത്ത ഒരു IPS ഓഫീസർ ചൈത്ര തെരേസ ജോൺ അവരത് എടുത്തു ചാടിയിട്ടുണ്ട്. എന്നിട്ട് അവർ 21 അംഗ ടീമിനെ നിയോഗിച്ചു. ആ 21 അംഗ ടീം രണ്ട് പോലീസ് സ്റ്റേഷനിലാണ്ടാണ് ചെങ്ങന്നൂരും മാവേലിക്കരയിലും മാറ്റി ഇരുത്തി 3 പേരെ, ജിനുവിനെയും സോമരാജനെയും പ്രമോദിനെയും 2 പോലീസ് സ്റ്റേഷനിലായിട്ട് മാറ്റി ഇരുത്തിയിട്ടാണ് ഇവർ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും ഒരു ബന്ധം ഇവർ തമ്മിൽ വരാൻ പാടില്ല. എന്നിട്ടും ഒന്നും ഇവർക്ക് കിട്ടിയില്ല. 6 ദിവസം പോലീസിന്റെ കസ്റ്റഡി. ആലോചിക്കണം, 6 ദിവസം ഇവർ ഉറക്കത്തില്ല, ഇവർ ഉറക്കാതിരുത്തും, പല തരത്തിലുള്ള ടോർച്ചറിങ് നടത്തും, എന്നിട്ട് ഇവർക്ക് കിട്ടുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കല കൊല്ലപ്പെട്ടു എന്നുള്ള സത്യമാണ്. അതൊരു യാഥാർത്ഥ്യ, റിയാലിറ്റിയാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. അതിനിപ്പോൾ ആരും എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കല കൊല്ലപ്പെട്ടു. അപ്പോൾ കല കൊല്ലപ്പെട്ടു. പക്ഷെ ഈ പറയുന്ന 3 പേർക്കും ഈ ബോഡി എവിടെയാണ് അടക്കിയെന്ന് അറിയില്ല. അതറിയാന്നുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അനിൽ. ഇപ്പോൾ അനിലിന്റെ നമ്പർ അവരുടെ വീട്ടുകാർ കൊടുത്തില്ല. അപ്പോൾ അനിലിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, മാന്നാർ സ്വദേശിയാണ്. ഇയാൾ ഈ കേസ് വന്ന സമയത്ത് ഇവിടുന്ന് മുങ്ങി. ഇയാളെ കട്ടപ്പനയിൽ നിന്ന് പോലീസ് പോക്കി, ഇടുക്കി പോലീസ് പോക്കിയിട്ട് അവരവിടുന്ന് തൂക്കി ഇവിടെ കൊണ്ടുവന്ന് ചോദ്യമൊക്കെ ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അവിടെ സംഭവിച്ചത്. ഇയാൾ ഈ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഇയാൾക്ക് അനിലിന്റെ കോൾ വന്നു. അങ്ങനെയാണ് പോലീസിന് അനിലിന്റെ ഫോൺ നമ്പർ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അനിലിനോട് സ്വമേധയാ ഇസ്രായേലിൽ നിന്ന് കയറി വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനിൽ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ്. ഒരു കോൺട്രാക്ടർക്ക് എന്ത് ഒരുപാട് സൈറ്റുകൾ കയ്യിൽ കിട്ടും. ആ സൈറ്റുകളെല്ലാം ഇനി വേണമെങ്കിൽ ഈ പറയുന്ന ഈ വീടുകളെല്ലാം പോയി പോലീസ് പൊളിച്ചു നോക്കേണ്ടി വരും. എന്തായാലും ഇത് ഡംപ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെ. അതെ, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്. ഇസ്രായേലിൽ നിന്ന് കയറി വന്ന് കേസ് പുല്ലുപോലെ ഫേസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു പോകാൻ സാധിക്കും. കാര്യം മൃതദേഹം കിട്ടാത്തിടത്തോളം കാലം മൃതദേഹം കിട്ടിയ കേസുകൾ ഇവിടെ പൊളിഞ്ഞു പോയി. ഇപ്പൊ ഞാൻ ഈ 15 കൊല്ലം പിറകിലെന്ന് പറയുമ്പോൾ CCTV ദൃശ്യങ്ങളൊന്നും 1 മാസം പോലും ബാക്കപ്പ് ഇല്ലാത്ത സംഭവം. ജസ്ന പോയിട്ട് എത്ര കാലമായിരുന്നു? ജസ്ന പോയിട്ട് ആദ്യത്തെ 10 ദിവസം ഇവിടുത്തെ പോലീസ് വിചാരിച്ചു ആ പെൺകുട്ടി ഒളിച്ചോടി പോയതാണെന്ന് വിചാരിച്ചിട്ട് 10 ദിവസം അന്വേഷിച്ചില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് വന്നു. 8 മാസത്തിന് ശേഷം ക്രൈംബ്രാഞ്ചാണ് CCTV എടുക്കുന്നത്. CCTV എടുത്തപ്പോൾ എവിടെയാണ്? ഒരു പമ്പിലെ CCTV മാത്രമാണ് ആകെപ്പാടെ ബാക്കപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ കിട്ടിയില്ല. ഇവിടെ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ ഈ കേസിൽ കുറ്റപത്രം കൊണ്ടുപോയി ആ കോടതിയിൽ കൊടുത്തിട്ട് ആട്ട് കേൾക്കാൻ പോവുകയാണ്. ഈ കേരള പോലീസ് ഇതും കൊണ്ട് ചെന്നിട്ട് ഇതിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം കൈയൊഴിഞ്ഞു. ഉന്നത ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? പിന്നെ ഉത്തരമേഖല DIG ഉണ്ടല്ലോ, മാധ്യമങ്ങളുടെ വിപ്ലവ വീര്യവും ചോർന്നു. മാധ്യമങ്ങളുടെ ആദ്യത്തെ അവിടുത്തെ ബഹളം, അന്നാണ് നമ്മൾ ഈ ചർച്ച നടത്തിയത്. അവരവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്നു, തുടർച്ചയായിട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ വന്നിരുന്നത്. അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു ദിവസം റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്യണമെന്നോ ഒരു എന്താ പറയാ, ഒന്ന് മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ ഒന്ന് അന്വേഷിക്കണമെന്നോ, അല്ലെങ്കിൽ ആ കലയ്ക്ക് എന്ത് സംഭവിച്ചെന്നൊന്നും അറിയാനുള്ള ഒരു മാധ്യമ വ്യഗ്രതയോ ഒന്നുമില്ല. അത് ഒരു കഥയും കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് പിന്നെ കൊല്ലം ഐവർകാല അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വിജയലക്ഷ്മി. 2006 ഒരു കട്ടക്കുളത്തിൽ ഈ പെൺകുട്ടിയുടെ ബോഡി ചാക്കിൽ കെട്ടി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. 2006 ഞാനൊക്കെ വിദ്യാഭ്യാസ കാലം കേട്ടോ. അപ്പൊ അതിനൊക്കെ ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതി ആരാണെന്ന് പിടിച്ചില്ല. ഇപ്പോഴും പിടിച്ചിട്ടില്ല ആരാണെന്നറിയില്ല. ഈ കുട്ടിയെ കൊന്നത് ഒരു പെൺകുട്ടിയാണ്, ഒരു 10-18 വയസ്സുണ്ട്. ഈ പെൺകുട്ടി ഒരു ദളിത് കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയുടെ ബോഡി പിന്നീട് ഇതെല്ലാം അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഈ അവരുടെ അച്ഛന്റെ കയ്യിൽ ഇതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അങ്ങനെ അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം 2016 ഞാൻ ഈ കൊല്ലം ബ്യൂറോയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സംഭവം അറിഞ്ഞു.
ഇങ്ങനെ ഒരു സംഭവം പിന്നെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒരു ഷൂട്ടിന് പോയ സമയത്ത് അറിഞ്ഞതാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് കുറേ ചെയിൻ പോലെയുണ്ട്. അതായത് ഒരുപാട് ഇത്തരത്തിലുള്ള മർഡർ കേസ് ഈ കൊല്ലത്ത് മാത്രമുണ്ട്, ഏതാ ഈ തെളിയിക്കപ്പെടാത്തത്. അങ്ങനെ ഞാൻ ഒരു 4-5 കേസ് വെച്ചിട്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇത്രയും പേരെ കൊന്നതാര് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തു 2016. അതിനുശേഷം ഞാൻ അവിടെ നിന്നൊക്കെ ട്രാൻസ്ഫർ ആയി പോയി, പിന്നെ ട്രിവാൻഡ്രം പോയി, പിന്നെ കുറേ ജില്ലകളൊക്കെ കറങ്ങി ഞാൻ തിരിച്ച് വീണ്ടും കൊല്ലത്തെത്തി. 2020 ഞാൻ വരുന്നത്. 4 വർഷം കഴിഞ്ഞു പോയി. ഈ 4 വർഷം കഴിഞ്ഞു പോയപ്പോൾ ഞാൻ വന്നിട്ട് വീണ്ടും ചെന്ന് അന്വേഷിച്ചപ്പോൾ അപ്പോഴും എന്ത് ചെയ്യാ, ഈ കുട്ടിയുടെ ഘാതകനെ പിടിക്കപ്പെട്ടിരിക്കും. ഞാൻ ആ സ്റ്റോറി ഇൻട്രോ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ സ്റ്റോറിയുടെ ഇൻട്രോ തുടങ്ങുമ്പം 2016 ആ ഇൻട്രോ തുടങ്ങുന്നത് ഞാൻ ഈ പറയുമ്പോൾ, അതായത് ഇവിടെയാണ് വിജയലക്ഷ്മിയുടെ ബോഡി കട്ടക്കുളത്തിൽ കെട്ടി താത്തത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കാറ്റ് നല്ല കാറ്റ് വീശിയാണ് അവിടെ ആ സ്ഥലത്ത്, അതായത് കട്ടക്കുളത്തിന്റെ തൊട്ടിപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2020 ഞാൻ വീണ്ടും ചെന്നു. അത് ഈ കേസ് മാത്രം എടുത്തുകൊണ്ട് ഞാൻ വീണ്ടും ചെന്നു. അതാണ് ഫോളോ അപ്പ്. നമ്മൾ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ട ഒരു സാധനമാണ്. 2020 ഞാൻ ചെന്നപ്പോൾ അവിടെ മഴ പെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ അന്ന് അത് സ്റ്റോറി കണ്ടല്ലോ, അത് വലിയ ഫേമസ് ആയ സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ, പിന്നെ അന്ന് കാറ്റ് വീശുകയായിരുന്നു, ഇന്ന് മഴ പെയ്യുകയാണ്, 4 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു, നമുക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, ഇനിയെങ്കിലും ആ കുട്ടിക്ക് നീതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആ സ്റ്റോറി പിന്നീട് വീണ്ടും ചെയ്തത്. അപ്പോൾ എൻ്റെ മുഖത്ത് വരെ മാറ്റം ഉണ്ടായി. ഇങ്ങനെ ഇരുന്നാൽ ഞാനെന്ന മുഖമൊക്കെ വീർത്ത് കിട്ടിയിരിക്കുന്നു, ആ റോഡ് തകർന്നു, സർവ്വ സംഗതികൾക്കും മാറ്റം ഉണ്ടായി. പക്ഷെ ആ കുട്ടിക്ക് മാത്രം നീതി കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ പരിപാടി. എന്താണെന്നറിയാമോ? ആ ടൈമിൽ ഇവരെന്ത് ചെയ്യും? ആ ടൈമിൽ റേറ്റിംഗിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ഓടും. പിന്നീട് ഇവർ അത് ഓർക്കത്തില്ല. പിന്നീട് അവർ ഓർക്കത്തില്ല. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ആ 2016 ചെയ്ത സ്റ്റോറി ഒരു 40,000 പേര് കണ്ടെങ്കിൽ 2020 ആ സ്റ്റോറി വീണ്ടും ചെയ്തപ്പോൾ കണ്ട എത്ര പേരാണെന്നറിയാമോ? 3000 പേര്. പാമ്പ് തവള ചത്താൽ പാമ്പ് ചാവുന്നത്, പാമ്പ് ചത്താൽ പരിന്ത് ചാവുന്നത്. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ സമൂഹം ആ രീതി ചിന്തിക്കുന്നതാണ്, മാധ്യമങ്ങളും ആ രീതി ചിന്തിക്കാൻ കാരണം. ഏതായാലും കല എന്ന് പറയുന്ന സ്ത്രീക്ക് നീതി കിട്ടേണ്ടത് അനിവാര്യമാണ്.